ഹലോ ഡിയേഴ്സ്, എക്സാം സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് റോ എഷ്ലോൺ ഫോം ആണ് കേട്ടോ. റോ എഷ്ലോൺ ഫോം എന്താണെന്ന് നോക്കാം. റാങ്ക് ഓഫ് എ മെട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് റോ എഷ്ലോൺ ഫോം എന്താണെന്നുള്ളത് അറിഞ്ഞാലേ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി ഞങ്ങളെ അറിയിക്കുക. ഓക്കെ, നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എക്സാം സ്ക്വയർ ഫോർ KTU BTech മാത്സ് എന്ന ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഡിസ്കഷൻസും നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസും ഒക്കെ നമുക്ക് അവിടെ നോക്കാവുന്നതാണ് കേട്ടോ. സോ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. സോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ന് പഠിക്കാൻ റോ എഷ്ലോൺ ഫോമാണ്. ഓക്കെ, അപ്പോൾ എന്താണ് റോ എഷ്ലോൺ ഫോം? നിങ്ങൾ 12th പഠിച്ചിട്ടുണ്ടാവും അല്ലേ, റോ എഷ്ലോൺ ഫോം എന്താണെന്നുള്ളത്. അപ്പം മിസ് ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരാം. ഒരു 3x3 മെട്രിക്സ് കൺസിഡർ ചെയ്യാണ്. ഒരു എക്സാമ്പിളിന് വേണ്ടി മാത്രം 4 6 0 0 -2 5 0 0 0. ഓക്കെ, എ എന്ന് പറയുന്നൊരു മെട്രിക്സ്, ഒരു 3x3 മെട്രിക്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് റോ എഷ്ലോൺ ഫോം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. എല്ലാ മെട്രിക്സും റോ എഷ്ലോൺ ഫോമിൽ തന്നെ ആകണം എന്നില്ല. അപ്പോൾ ഒരു മെട്രിക്സ് റോ എഷ്ലോൺ ഫോമിലോട്ട് ആക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റോ എഷ്ലോൺ ഫോമിലാകണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് മീറ്റ് സം കണ്ടീഷൻസ്. ഓക്കെ, അതിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാണ്: ലീഡിങ് എൻട്രി ഷുഡ് ബി നോൺ സീറോ. അതായത് ലീഡിങ് എൻട്രി ഷുഡ് ബി ഒന്നുകിൽ നോൺ സീറോ ആകാം, അതായത് സീറോ അല്ലാത്ത ഏതൊരു വാല്യൂ ആണെങ്കിൽ, അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, ഇറ്റ് ഷുഡ് ബി നോൺ സീറോ ഓർ 1. ഒന്നുകിൽ നോൺ സീറോ അല്ലെങ്കിൽ എന്താകണം, 1 ആകണം. ഓക്കെ, അപ്പോൾ എന്താണ് ലീഡിങ് എൻട്രി എന്ന് അറിയേണ്ടത്? ലീഡിങ് എൻട്രി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു റോ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ റോയിലെ ആദ്യത്തെ നോൺ സീറോ എലമെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ലീഡിങ് എൻട്രി എന്ന് പറയുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിളിനകത്ത് ലീഡിങ് എൻട്രീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് റോ നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് റോയിലെ നോൺ സീറോ എലമെൻറ്റ് എന്ന് പറയുന്നത് 4 ആണ്. സോ 4 എന്ന് പറയുന്നത് ഫസ്റ്റ് റോയിലെ ലീഡിങ് എൻട്രി ആണ്. സെക്കൻഡ് റോ നോക്കുമ്പോൾ 0 -2 5, ഈ സെക്കൻഡ് റോയിലെ ലീഡിങ് എൻട്രി എന്ന് പറയുമ്പോൾ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് ഏതാണ് കുട്ടികളെ? അത് -2 ആണ്. ഇതാണ് -2. ഇനി തേർഡ് റോയിലോട്ട് വരുമ്പോൾ അവിടെ കംപ്ലീറ്റ് 0 ആണ് കിടക്കുന്നത്. 0 അല്ലാത്ത കേസ് ആണെങ്കിൽ അത് നമുക്ക് പരിഗണിക്കുക കേട്ടോ. ഇതിപ്പോൾ ലാസ്റ്റ് റോ കംപ്ലീറ്റ് 0 ആണ്. 0 അല്ല എന്നുണ്ടെങ്കിൽ ആ റോയിലെ ആദ്യത്തെ നോൺ സീറോ എലമെൻറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, എടുക്കുക. അതായിരിക്കും അതിൻ്റെ ലീഡിങ് എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? ലീഡിങ് എൻട്രി ഷുഡ് ബി നോൺ സീറോ ഓർ 1. ലീഡിങ് എൻട്രി നോൺ സീറോ ആകാം, അല്ലെന്നുണ്ടെങ്കിൽ 1 ആകാം. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഓൾ റോസ് ഓഫ് 0 മസ്റ്റ് ബി അറ്റ് ദ ബോട്ടം. അതായത് ഓൾ റോസ് ഓഫ് എന്തിൻ്റെ റോയാ? സീറോസിൻ്റെ റോസ് എന്ന് പറയുന്നത് എപ്പോഴും ബോട്ടത്തിലായിരിക്കണം. മസ്റ്റ് ബി അറ്റ് ദ ബോട്ടം. എവിടെയായിരിക്കണം? ബോട്ടത്തിലായിരിക്കണം. ചില ക്വസ്റ്റ്യൻസിനകത്ത് നമ്മൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ചില ക്വസ്റ്റ്യനകത്ത് നമുക്കിപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന മെട്രിക്സിനകത്ത് ലാസ്റ്റ് റോ എന്ന് പറയുന്നത് സീറോ റോയാണ്. അതായത് എല്ലാ എലമെൻസും 0 ആണ്. ചില ക്വസ്റ്റ്യൻസിനകത്ത് അങ്ങനെ വരണമെന്നില്ല. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? റോ എഷ്ലോൺ ഫോമിലോട്ട് ആക്കാനായിട്ട് 0 0 0 എന്ന് പറയുന്ന ഒരു റോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും എവിടെയാണ് വരേണ്ടത്? ലാസ്റ്റ് റോയിലായിട്ടായിരിക്കണം വരേണ്ടത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മുടെ ഈ ഒരു തന്നിരിക്കുന്ന മെട്രിക്സിനകത്ത് 0 0 0 എന്ന് പറയുന്ന റോ, അതായത് ഈ ഒരു റോ എന്ന് പറയുന്നത് എവിടെ വന്നേക്കുന്നത്? ലാസ്റ്റ് അല്ലാണ്, അതായത് ബോട്ടം പോർഷനിലാണ് കിടക്കുന്നത്. അപ്പോൾ എന്നാൽ മാത്രമേ അതിനെ റോ എഷ്ലോൺ ഫോമായിട്ട് പരിഗണിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഓക്കെ, 3. അപ്പോൾ എല്ലാ മെട്രിക്സിലും 0 0 0 എന്ന് പറയുന്ന ഒരു റോ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഉണ്ടെങ്കിൽ എവിടെ വെക്കണം? അത് ബോട്ടം മോസ്റ്റിലായിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. ഓക്കെ, എന്നാൽ എല്ലാ മെട്രിക്സിലും 0 0 0 എന്ന് പറഞ്ഞൊരു റോ വേണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. ഉണ്ടെങ്കിൽ എവിടെ ആയിരിക്കണം? ബോട്ടം മോസ്റ്റിലായിരിക്കണം. ഓക്കെ, ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇനി എന്താണ്? സ്റ്റെയർ കേസ് pattern of first non-zero entries in
each row. That is non-zero entries in each row are to the right of the one above. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? സ്റ്റെയർകേസ് പാറ്റേൺ ഓഫ് ഫസ്റ്റ് നോൺ സീറോ എൻട്രീസ് ഇൻ ഈച്ച് റോ. സ്റ്റെയർകേസ് പാറ്റേൺ ഫോളോ ചെയ്തിട്ടുണ്ടാവണം. നമ്മൾ പറഞ്ഞല്ലോ ലീഡിങ് എൻട്രി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെങ്കിൽ നോക്കിയേ കുട്ടികളെ, ഇവിടെ 4 ഉണ്ട്, 2 ഉണ്ട്, അടുത്ത റോയിൽ നോൺ സീറോ എലമെൻറ്റ് വരുന്നില്ല. അപ്പോൾ ഇവ തമ്മിൽ എന്താണ് ഒരു സ്റ്റെയർകേസ് പാറ്റേൺ, അതായത് ഈ ഫസ്റ്റ് ലീഡിങ് എൻട്രി കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്റ്റെപ്പ് കണക്കാണ് അല്ലേ, ഒരു സ്റ്റെയർകേസ് പാറ്റേൺ പോലെയാണ് അടുത്ത ലീഡിങ് എൻട്രി വന്നേക്കുന്നത് ആണല്ലോ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് എലമെന്റ് ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ നമുക്ക് വരച്ചു വെക്കാം. ഇവിടെ നിങ്ങൾ നോക്കി ഒരു സ്റ്റെപ്പ് കണക്കല്ലേ ഇരിക്കുന്നത് ആണല്ലോ. അപ്പോൾ ഒരു സ്റ്റെയർകേസ് പാറ്റേൺ ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമാണ്. ഏതൊക്കെ തമ്മിൽ? ആ ലീഡിങ് എൻട്രീസ്, ഓരോ റോസിലെയും ലീഡിങ് എൻട്രീസ് തമ്മിൽ ഒരു സ്റ്റെയർകേസ് പാറ്റേൺ ഫോളോ ചെയ്തിരിക്കണം. അടുത്ത കണ്ടീഷൻ എന്താണ്? മാത്രമല്ല ലീഡിങ് എൻട്രീസ് എങ്ങനെ ആയിരിക്കണം? ഇവിടെ ഇപ്പോൾ നോക്കിക്കേ, 4 എന്ന് പറയുന്ന ഈ ലീഡിങ് എൻട്രീൻ്റെ റൈറ്റിലാണ് അടുത്ത ലീഡിങ് എൻട്രി വന്നേക്കുന്നത്. മനസ്സിലായോ? 4 എന്ന് പറയുന്നത് ഇതിൻ്റെ റൈറ്റിലാണ്, -2 എന്ന് പറയുന്നത് വന്നേക്കുന്നത്. സപ്പോസ് ഇത് ഇവിടെ ആയിരുന്നെങ്കിൽ ഈ -2 എന്ന് പറഞ്ഞ ഈ 0ൻ്റെ പ്ലേസിലായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തല്ല, അത് റോ എഷ്ലോൺ ഫോമായിട്ട് പരിഗണിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ എപ്പോഴും എന്തായിരിക്കണം? തൊട്ട് മുന്നത്തെ ലീഡിങ് എൻട്രിയുടെ റൈറ്റ് സൈഡിലായിരിക്കണം നെക്സ്റ്റ് ലീഡിങ് എൻട്രി വരേണ്ടത്. നോക്കിക്കേ, ഇവിടെ 4ൻ്റെ റൈറ്റിലാണ് എന്ത് അടുത്ത ലീഡിങ് എൻട്രി, അടുത്ത റോയുടെ ലീഡിങ് എൻട്രി ആയിട്ടുള്ള -2 വന്നേക്കുന്നത്. ഓക്കെ, എന്നാൽ മാത്രമേ റോ എഷ്ലോൺ ഫോം എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എന്താണ് റോ എഷ്ലോൺ ഫോം? മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ ലീഡിങ് എൻട്രി ഷുഡ് ബി നോൺ സീറോ ഓർ 1. ലീഡിങ് എൻട്രി നോൺ സീറോ അല്ലെങ്കിൽ 1 ആകാം. ഓൾ റോസ് ഓഫ് 0 മസ്റ്റ് ബി അറ്റ് ദ ബോട്ടം. 0 റോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും മെട്രിക്സിൻ്റെ താഴെ ആയിരിക്കണം, ഏറ്റവും ബോട്ടം മോസ്റ്റ് റോയിലായിരിക്കണം വെക്കേണ്ടത്. അടുത്ത സ്റ്റെയർകേസ് പാറ്റേൺ ഓഫ് ഫസ്റ്റ് നോൺ സീറോ എൻട്രീസ് ഇൻ ഈച്ച് റോ. അതായത് ഓരോ റോയിലെ ലീഡിങ് എൻട്രീസ് ഒരു സ്റ്റെയർകേസ് പാറ്റേൺ ഫോളോ ചെയ്തിരിക്കണം എന്ന് വെച്ചാൽ നോൺ സീറോ എൻട്രീസ് ഇൻ ഈച്ച് റോ ആർ ടു ദ റൈറ്റ് ഓഫ് ദ വൺ എബോ. അതായത് തൊട്ട് മുന്നത്തെ ലീഡിങ് എൻട്രീൻ്റെ റൈറ്റിലായിരിക്കണം നെക്സ്റ്റ് എന്ത് വരേണ്ടത്, നെക്സ്റ്റ് റോയുടെ ലീഡിങ് എൻട്രി വരേണ്ടത്. അത് ആ ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്ത് മുമ്പോട്ട് പോയാൽ മാത്രമേ അതിനെ റോ എഷ്ലോൺ ഫോം എന്ന് പറയാനായിട്ട് പറ്റുകയുള്ളൂ. ക്ലിയർ ആയോ കുട്ടികളെ? നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് മിസ് പറഞ്ഞുതരാം, അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. രണ്ടൊന്ന് മെട്രിക്സ് എഴുതി തരാം കേട്ടോ. നോക്കിക്കേ, മെട്രിക്സ് 1 2 2 3 4 0 0 2 2 0 0 2 0 0 0 0 2. ഇതാണ് നമ്മുടെ മെട്രിക്സ്. ഓക്കെ, ഇത് റോ എഷ്ലോൺ ഫോമിലാണോ അല്ലേ എന്നുള്ളത് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം? അത് നമ്മൾ എന്ത് ചെയ്യണം? ലീഡിങ് എൻട്രീസ് മാർക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് റോയിലെ നോൺ സീറോ എലമെൻറ്റ് 1 ആണ്, സെക്കൻഡ് റോയിലെ നോൺ സീറോ എലമെൻറ്റ് 2 ആണ്, തേർഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് എന്ന് പറയുന്നത് 2 ആണ്, അടുത്തത് ഫോർത്ത് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നോൺ സീറോ എലമെൻറ്റ്സ് ഒക്കെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് എഷ്ലോൺ ഫോമിലാണോ? അല്ല. എന്തുകൊണ്ടാണ്? ഈ ഫസ്റ്റ് ലീഡിങ് എൻട്രിയുടെ റൈറ്റിലാണ് സെക്കൻഡ് ലീഡിങ് എൻട്രി വന്നേക്കുന്നത്, സെക്കൻഡ് റോയിൻ്റെ ലീഡിങ് എൻട്രി വന്നേക്കുന്നത് അല്ലേ. എന്നാൽ തേർഡ് റോയിൻ്റെ ലീഡിങ് എൻട്രി വന്നേക്കുന്നത് സെക്കൻഡ് റോയിൻ്റെ ലീഡിങ് എൻട്രിയുടെ റൈറ്റിലാണോ? അല്ല, അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് വന്നേക്കുന്നത്. സോ അങ്ങനത്തെ ഒരു കേസ് വരുമ്പോൾ എന്തല്ല, അത് റോ എഷ്ലോൺ ഫോം അല്ല. അപ്പോൾ ഇത് റോ എഷ്ലോൺ ഫോമിലാണോ? അല്ല, റോ എഷ്ലോൺ ഫോമിലല്ല. അടുത്തൊരു മെട്രിക്സ് നോക്കാം. മെട്രിക്സ് 1 -2 3 0 6 -6. ഓക്കെ, 0 0 0. ഓക്കെ, ഇപ്പോൾ ലീഡിങ് എൻട്രി ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 1, സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 6 ആണ്, തേർഡ് റോയിൽ നോൺ സീറോ എലമെൻറ്റ് ഇല്ല. ഓക്കെ, അപ്പോൾ അങ്ങ് വിട്ടേക്കാം. അപ്പോൾ നോക്കിക്കേ, ഇതിപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് റോയിൻ്റെ ലീഡിങ് എൻട്രീൻ്റെ റൈറ്റ് സൈഡിലാണ് സെക്കൻഡ് റോയിലെ ലീഡിങ് എൻട്രി വന്നേക്കുന്നത്. മാത്രമല്ല ഒരു സ്റ്റെയർകേസ് പാറ്റേൺ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്?
ഫോളോ ചെയ്യുന്നുമുണ്ട്. ലാസ്റ്റ് റോയിൽ എന്തുണ്ട്, 0 റോ ഉള്ളത് കൊണ്ട് തന്നെ അത് ലാസ്റ്റ് റോയിലുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ ഇതെന്താണ്, റോ എഷ്ലോൺ ഫോമിലാണ് എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിളോട് നോക്കാം നമുക്ക്. 1 - 4 3 0 2 0 0 0 1. നിങ്ങൾ പറഞ്ഞ ഇത് റോ എഷ്ലോൺ ഫോമിലാണോ അല്ലയോ എന്നുള്ളത്. അത് നമുക്ക് ലീഡിങ് എൻട്രീസ് നോക്കാം. ഇത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻ്റ് ആണ്. സെക്കൻഡ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ്, തേർഡ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ്. ഓക്കെ, അപ്പോൾ നോക്കിയേ ലീഡിങ് എൻട്രി ഫസ്റ്റ് ലീഡിങ് എൻട്രീൻ്റെ റൈറ്റിലാണ് സെക്കൻഡ് ലീഡിങ് എൻട്രി വരുന്നത്, അതിൻ്റെ റൈറ്റിലാണ് തേർഡ് ലീഡിങ് എൻട്രി വരുന്നത്. മാത്രമല്ല ഒരു സ്റ്റെയർ കേസ് പാറ്റേൺ ഇവിടെ ഫോളോ ചെയ്യുന്നുമുണ്ട്. സോ ഇതെന്താണ്, റോ എഷ്ലോൺ ഫോമാണ്. അപ്പോൾ റോ എഷ്ലോൺ ഫോം എന്താണെന്ന് മനസ്സിലായോ? അപ്പോൾ തന്നിട്ടുള്ള ഒരു മെട്രിക്സ് തന്നിട്ട് അത് റോ എഷ്ലോൺ ഫോമിലാണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എ പാർട്ടിൽ 3 മാർക്സിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ചോദിച്ചാൽ 3 മാർക്സിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ റോ എഷ്ലോൺ ഫോം മനസ്സിലാക്കി വെക്കുക. കാരണം റോ എഷ്ലോൺ ഫോം ഉണ്ടെങ്കിലേ നമുക്ക് തുടർന്നുള്ള ടോപ്പിക്കായിട്ടുള്ള റാങ്ക് ഓഫ് എ മെട്രിക്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി നമ്മൾ റോ എഷ്ലോൺ ഫോം പഠിച്ചു അല്ലേ, ഇതുപോലെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു സംഭവം കൂടെ ഉണ്ട്. അതായത് ഒരു മെട്രിക്സ് കൂടെ ഉണ്ട്, അതിനെ നമ്മൾ റെഡ്യൂസ്ഡ് റോ എഷ്ലോൺ ഫോം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു വെക്കുക. സിലബസിനകത്ത് റോ എഷ്ലോൺ ഫോം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ റെഡ്യൂസ്ഡ് റോ എഷ്ലോൺ ഫോം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ആ ഒരു ഡിഫറൻസ്, അതായത് റോ എഷ്ലോൺ ഫോമും റെഡ്യൂസ്ഡ് റോ എഷ്ലോൺ ഫോമും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഇപ്പോൾ റെഡ്യൂസ്ഡ് റോ എഷ്ലോൺ ഫോം എന്താണ്? റെഡ്യൂസ്ഡ് റോ എഷ്ലോൺ ഫോം എന്ന് വെച്ചാൽ ഇതെന്താണ്, മെട്രിക്സ്, ഇതും ഒരു മെട്രിക്സ് തന്നെയാണ്. അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ എഷ്ലോൺ ഫോം. ഓക്കെ, ഇത് എഷ്ലോൺ ഫോമിലുള്ളൊരു മെട്രിക്സ് ആയിരിക്കണം. എന്നാൽ എന്താണ് പ്രത്യേകത? ദ ലീഡിങ് എൻട്രി ഇൻ each നോൺ സീറോ റോ ഈസ് എന്തായിരിക്കണം? 1 ആയിരിക്കണം. അതാണ് പ്രത്യേകത കേട്ടോ. ദ ലീഡിങ് എൻട്രി ഇൻ ഈച്ച് നോൺ സീറോ റോ ഈസ് 1. അടുത്തത് ഈച്ച് ലീഡിങ് 1 ഈസ് ദ ഓൺലി നോൺ സീറോ എൻട്രി ഇൻ ഇറ്റ്സ് കോളം. അതായത് ഈച്ച് ലീഡിങ് 1 ഈസ് the only non-zero entry in the column. Okay, മനസ്സിലായോ? സോ ഇറ്റ് ഈസ് ഇൻ എഷ്ലോൺ ഫോം. എഷ്ലോൺ ഫോമിലുള്ള മെട്രിക്സ് തന്നെ ആയിരിക്കണം. എന്നാൽ പ്രത്യേകത എന്താണ്? ഒരു നോൺ സീറോ റോ എടുക്കുമ്പോൾ അതിലെ ലീഡിങ് എൻട്രി എന്തായിരിക്കണം? 1 ആകാനേ പാടുള്ളൂ. എഷ്ലോൺ ഫോമിൽ 1 ആകണം എന്ന് നിർബന്ധമില്ല. 1 അല്ലെങ്കിൽ നോൺ സീറോ എലമെൻറ്റോ ആയാൽ മതിയാകും. ഈച്ച് ലീഡിങ് 1 ഈസ് ദ ഓൺലി നോൺ സീറോ എൻട്രി ഇൻ ദ കോളം. നമ്മൾ കോളം കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു കോളം കൺസിഡർ ചെയ്യുമ്പം ആ ലീഡിങ് 1 മാത്രമായിരിക്കണം ആ ഒരു കോളത്തിലെ നോൺ സീറോ എലമെൻ്റ് ആയിട്ട് വരേണ്ടത്. അപ്പം അങ്ങനെയുള്ള എഷലോൺ ഫോമിലുള്ള മെട്രിക്സിനെയാണ് നമ്മൾ റെഡ്യൂസ്ഡ് റോ അല്ലെങ്കിൽ റോ റെഡ്യൂസ്ഡ് എഷലോൺ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിളൂടെ നോക്കാതെ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. എക്സാമ്പിളൂടെ പറഞ്ഞുതരാം. നോക്കിക്കേ, മെട്രിക്സ് ഇവിടെ ഒരു മെട്രിക്സ് എഴുതുവാണേ. 1 0 0 3 1 1 0 -4. അടുത്ത് 0 0 1 3. ഓക്കെ, ഇതൊരു മെട്രിക്സ് ആണ്. അപ്പോൾ ഇത് റെഡ്യൂസ്ഡ് റോ എഷ്ലോൺ ഫോമിലാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് റോയിലെ ലീഡിങ് എൻട്രി എന്ന് പറയുന്നത് 1 ആണ്. സെക്കൻഡ് റോയിൽ ഇത് 0 ആക്കിയിടാവേ. ഓക്കെ, സെക്കൻഡ് റോയിലെ ലീഡിങ് എൻട്രി എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ലീഡിങ് എൻട്രി എന്നത് മനസ്സിലായാലും ഒരു റോയിലെ ആദ്യത്തെ നോൺ സീറോ എലമെന്റ്. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് റോയിൽ ആദ്യത്തെ എലമെന്റ് 0, അടുത്തത് 1 ആ വന്നേക്കുന്നത്. സോ അതാണ് ലീഡിങ് എൻട്രി എന്ന് പറയുന്നത്. തേർഡ് റോയിലോട്ട് പോകുമ്പോൾ അവിടുത്തെ നോൺ സീറോ എലമെന്റ്, ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ലീഡിങ് എൻട്രീസ് എല്ലാം എന്താണ്? 1 ആണ് നമുക്ക് മനസ്സിലായി. ഇനി എന്താ അടുത്ത കണ്ടീഷൻ എന്താണ്? കോളം വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഓരോ കോളം വൈസ് ആയിട്ട് നോക്കുമ്പോൾ
ഒരു കോളത്തിൽ ലീഡിങ് എൻട്രി ഉള്ള കോളമാണ്. ലീഡിങ് എൻട്രി ഉള്ള കോളം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ ലീഡിങ് എൻട്രി ഒഴികെ ബാക്കിയുള്ള എലമെന്റ്സ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. കണ്ടോ, ഇവിടെ എത്രയും 0 ആണ്. ഈ തേർഡ് കോളം നോക്കുമ്പോൾ ഇവിടെ രണ്ടിടത്തും 0, ബാക്കി ലീഡിങ് എൻട്രി മാത്രമാണ് എന്തായിട്ടിരിക്കുന്നത്? നോൺ സീറോ എലമെന്റ് ആയിട്ട് ഇരിക്കുന്നത്. ലീഡിങ് എൻട്രി 1 ആയിരിക്കണം, അത് നോൺ സീറോ എലമെന്റ് ആയിരിക്കണം. അപ്പോൾ ഒരു കോളം വൈസ് നോക്കുമ്പോൾ ലീഡിങ് എൻട്രി മാത്രമായിരിക്കണം ആ കോളത്തിൽ എന്തായിരിക്കുക? നോൺ സീറോ എലമെന്റ് ആയിട്ട് ഉണ്ടാവുക. ബാക്കി എല്ലാം എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള മെട്രിക്സിനെയാണ് നമ്മൾ റോ റെഡ്യൂസ്ഡ് എഷലോൺ ഫോം എന്ന് പറയുന്നത്. വേറൊരു എക്സാമ്പിളോടെ നോക്കാം. നോക്കിക്കേ, 1 0 4, 0 1 3, 0 0 0. ഓക്കെ, ലീഡിങ് എൻട്രീസ് ഫസ്റ്റ് റോയിൽ ഇതാണ്, സെക്കൻഡ് റോയിൽ ഇതാണ്, തേർഡ് റോയിൽ നോൺ സീറോ എലമെന്റ്സ് ഒന്നും ഇല്ല. കോളം വൈസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നോക്കിക്കേ, ഫസ്റ്റ് കോളത്തിൽ ലീഡിങ് എൻട്രി അല്ലാതെ ബാക്കിയുള്ള എല്ലാ എലമെന്റ്സും 0 ആണ് അല്ലേ. സെക്കൻഡ് റോ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ലീഡിങ് എൻട്രി ഒഴികെ ബാക്കി എലമെന്റ്സ് എന്താണ്? 0 ആണ്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി വേറൊരു എക്സാമ്പിളൂടെ പറഞ്ഞു തരട്ടെ. അപ്പോൾ 1 0 0 0 1 0 0 0 1. ഇതെന്താണ്? ഇതും എന്താണ്? ഒരു റോ റെഡ്യൂസ്ഡ് എഷലോൺ ഫോം ആണ്. നോക്കിക്കേ, ഇവിടെ ലീഡിങ് എൻട്രി ഫസ്റ്റ് റോയിൽ 1, സെക്കൻഡ് റോയിൽ ഇവിടെ 1, തേർഡ് റോയിൽ 1 ആണ്. നമ്മൾ കോളം വൈസ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആ 1 അല്ലാതെ ബാക്കിയുള്ള എല്ലാ എലമെന്റ്സും എന്താണ് കുട്ടികളെ? 0 ആയതുകൊണ്ട് നമുക്ക് ഇതിനെ എന്തെന്ന് പറയാം? റോ റെഡ്യൂസ്ഡ് എഷലോൺ ഫോം അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് എഷലോൺ ഫോം എന്ന് പറയാം. ക്ലിയർ ആയോ? അപ്പോൾ എന്താണ് എഷലോൺ ഫോം? നിങ്ങളുടെ സിലബസിനകത്ത് എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് കേട്ടോ. ഇതിന്റെ പ്രോബ്ലംസ് ആക്ച്വലി വരുന്ന എവിടാന്ന് അറിയാവോ? നമുക്ക് റാങ്ക് ഓഫ് ദ മെട്രിക്സ് കണ്ടുപിടിക്കാൻ ചോദിക്കുമ്പോൾ അവിടെ നമ്മൾ എന്താണ് എഷലോൺ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷമാണ് പ്രോബ്ലംസ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രോബ്ലം നമുക്ക് ആ റാങ്ക് ഓഫ് ദ മെട്രിക്സ് ചെയ്യുമ്പോൾ അവിടെ ആ കൂട്ടത്തിൽ ചെയ്തു പോവാം. അപ്പം മനസ്സിലായല്ലോ? എന്താന്ന് മനസ്സിലായല്ലോ? റോ എഷലോൺ ഫോം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, കണ്ടീഷൻസ് പഠിച്ചു വെച്ചോ. 3 മാർക്സിന് എ പാർട്ടിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ഓക്കെ ഇനി നമുക്കിനി പഠിക്കേണ്ടത് ലീനിയർ ഇൻഡിപെൻഡൻസ് ആൻഡ് റാങ്ക് ഓഫ് എ മെട്രിക്സ് ആണ്. അതിന് മുന്നേ ഒരു ടോപ്പിക് കൂടെ ഉണ്ട്, റോ സ്പേസ് ആൻഡ് കോളം സ്പേസ്. അതുകൂടെ പഠിച്ചിട്ട് നമുക്ക് ലീനിയർ ഇൻഡിപെൻഡൻസ് പഠിച്ചാലോ? അല്ലേ വേണ്ട, നമുക്ക് ആദ്യം ലീനിയർ ഇൻഡിപെൻഡൻസ് ആൻഡ് റാങ്ക് ഓഫ് എ മെട്രിക്സ് പഠിച്ചിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ സിലബസ് ടോപ്പിക് തന്നെയാണ്, ലീനിയർ ഇൻഡിപെൻഡൻസ് ആൻഡ് റാങ്ക് ഓഫ് എ മെട്രിക്സ്. എന്താണ് ലീനിയർ ഇൻഡിപെൻഡൻസ് ആൻഡ് റാങ്ക് ഓഫ് എ മെട്രിക്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിന്റെ തിയറി പോർഷനാണ്, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ഒരു സെറ്റിന്റെ പ്രോബ്ലംസ് ചെയ്യാം കേട്ടോ. കാരണം കൺസെപ്റ്റ് ക്ലിയർ ആക്കി വെച്ചില്ല എന്നുണ്ടെങ്കിൽ പ്രോബ്ലംസിൽ മിസ് പറഞ്ഞു തരുന്ന കാര്യങ്ങളൊന്നും നിങ്ങളുടെ തലയിൽ കയറത്തില്ല. അതുകൊണ്ടാണ് ജസ്റ്റ് നമുക്ക് തിയറി പോർഷൻസ് ഒന്ന് ക്ലിയർ ചെയ്ത് കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലംസിലോട്ട് കിടക്കാം. അപ്പോൾ എന്താണ് ലീനിയർ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്? ലീനിയർ ഇൻഡിപെൻഡൻസ് ആൻഡ് ഡിപ്പെൻഡൻസ് ഓഫ് വെക്ടേഴ്സ് എന്താണെന്ന് പറഞ്ഞുതരാം. ലീനിയർ ഇൻഡിപെൻഡൻസ് ആൻഡ് ഡിപ്പെൻഡൻസ് ഓഫ് വെക്ടേഴ്സ്. നമുക്ക് വെക്ടേഴ്സ് അറിയാമല്ലോ, ഫിസിക്സിനകത്തൊക്കെ പഠിക്കുന്നതാണ് അല്ലേ. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ഒരു മാഗ്നിറ്റ്യൂഡും പർട്ടിക്കുലർ ഡിറക്ഷനും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ വെക്ടേഴ്സ് ആയിട്ട് എന്ത് ചെയ്യാം? റെപ്രസെന്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു 3 ഡയമെൻഷനൽ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാമല്ലോ 3 ഡയറക്ഷൻസിൽ എടുക്കാം. എക്സ് ഡിറക്ഷൻ എടുക്കാം, വൈ എടുക്കാം, അതുപോലെ തന്നെ Z ഡിറക്ഷൻ എടുക്കാം. 3 ഡിറക്ഷൻ. ഇപ്പോൾ ഈ ഒരു ഡിറക്ഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ വെക്ടേഴ്സ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വെക്ടേഴ്സ് മിസ് കൺസിഡർ ചെയ്യാണ് കേട്ടോ. ഗിവൺ എനി സെറ്റ് ഓഫ് എത്ര വെക്ടേഴ്സാ? m വെക്ടേഴ്സ് എടുക്കുകയാണ്. എനി സെറ്റ് ഓഫ് m വെക്ടേഴ്സ്, m നമ്പർ ഓഫ് വെക്ടേഴ്സ് എടുക്കുകയാണ്. അപ്പോൾ ഏതൊക്കെ വരും? a1 a2 a3 എക്സെട്ര അപ് ടു m വെക്ടേഴ്സ് ആകുമ്പോൾ ലാസ്റ്റ് വൺ വിൽ ബി am അല്ലേ. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ എടുക്കുകയാണ്. എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദിസ് vectors. A linear combination of this vectors is an expression of the form of the
ഫോം. ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല കുട്ടികൾ, ഓരോ വെക്ടേഴ്സ് നമ്മളൊരു കോൺസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് ഒന്ന് ആഡ് ചെയ്ത് എഴുതുന്നു, അത്രയേ ഉള്ളൂ. ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വെക്ടറിൻ്റെ ഒരു C1 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് ആ A1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. പ്ലസ് അടുത്തത് C2 A2 പ്ലസ് C3 A3 പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് എലമെന്റ് CM AM. ഓക്കെ, വെയർ C1 C2 എന്താണെന്ന് അറിയണ്ടേ? C1 C2 C3 etc. CM are any scalars ആണ്, സ്കെയിലേഴ്സ്. ഓക്കെ, ഇനി എന്താണ് ലീനിയർ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞിട്ട് അതിലോട്ട് നമ്മൾ വന്നില്ല. നമുക്കൊക്കെ നൗ കൺസിഡർ the equation. ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. C1 A1 പ്ലസ് C2 A2 പ്ലസ് എക്സെട്ര പ്ലസ് CM AM ഈക്വൽ ടു 0. ഇങ്ങനൊരു ഇക്വേഷൻ കൺസിഡർ ചെയ്യണം. അതായത് നമ്മൾ ലീനിയർ കോമ്പിനേഷൻ ആദ്യം എടുത്തു, എന്നിട്ട് ആ ഇക്വേഷനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ 0ക്ക് ഇക്വേറ്റ് ചെയ്യുകയാണ് എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താ? ഓക്കെ, ക്ലിയർലി അങ്ങനെയാണെങ്കിൽ ക്ലിയർലി ദിസ് വെക്ടർ ഇക്വേഷൻ ഞാൻ ഇക്വേഷൻ 1 ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയർലി this vector equation 1 hold if we choose all CJ's 0, then only it becomes 0 equal to 0. നോക്കിക്കേ, അപ്പോൾ അതായത് നമ്മൾ കുറച്ച് വെക്ടേഴ്സ് എടുത്തു, A1 A2 A3 എക്സെട്ര അപ് ടു AM വരെയുള്ള കുറച്ച് വെക്ടേഴ്സ് എടുത്തു, അതിന് കുറച്ച് സ്കെയിലേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ എഴുതി. C1 A1 പ്ലസ് C2 A2 പ്ലസ് C3 A3 പ്ലസ് എക്സെട്ര പ്ലസ് CM AM അതിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്തു, 0യിലോട്ട് ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ ക്ലിയർലി ദിസ് വെക്ടർ ഇക്വേഷൻ, ഈ ഒരു ഫസ്റ്റ് ഇക്വേഷൻ, അതായത് ഈ ഒന്നാമത്തെ ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്, ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്തായിരിക്കണം, ഈ എടുത്തിരിക്കുന്ന കോൺസ്റ്റൻസ്, അതായത് C1 ഈ C2 എക്സെട്ര CM ഇവയെല്ലാം 0 ആണെങ്കിൽ മാത്രമേ RHS എന്താവത്തുള്ളൂ, 0 ആവത്തുള്ളൂ. എന്നാൽ മാത്രമേ LHSും RHSും എന്താവത്തുള്ളൂ, 0 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളൂ. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ കോൺസ്റ്റന്റും അല്ലെങ്കിൽ എല്ലാ സ്കെയിലേഴ്സും എന്തായിരിക്കണം, 0 ആയിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, 0 എന്ന് പറയുന്ന വാല്യൂ കിട്ടത്തുള്ളൂ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കേസിൽ, ഇങ്ങനെ ഒരു കേസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, അവർ വെക്ടേഴ്സ്, then we can say that our vectors A1 A2 A3 etc. AM are said to be independent set or linearly independent. Said to be linearly independent എന്ന് പറയാം. എന്തെന്ന് പറയാം? linearly independent എന്ന് പറയാം. ഓക്കെ, linearly independent എന്ന് പറയാം. ഓക്കെ, ഇനി ഇതേ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, ഇക്വേഷൻ 1 എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തന്നിട്ടുള്ള ഇക്വേഷനിൽ ഏതെങ്കിലും ഒരു സ്കെയിലറിന്റെ വാല്യൂ നോൺ സീറോ ആയ പോരെ. ഇപ്പൊ C1 നോൺ സീറോ ആണ്, ബാക്കി C2ഉം C3യും എക്സെട്ര അപ് ടു CMഉം സീറോസ് ആണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ 0 കിട്ടോ? കിട്ടില്ല. കാരണം C1 എന്ന് പറയുന്നത് നോൺ സീറോ ആയിട്ട് കിടക്കുന്നിടത്തോളം നമുക്ക് RHS എന്ന് കിട്ടത്തില്ല, റൈറ്റ് ഹാൻഡ് സൈഡ് നമുക്ക് ഒരിക്കലും 0 കിട്ടത്തില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു എലമെന്റ് നോൺ സീറോ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ദാറ്റ് വെക്ടേഴ്സ് ആർ ലീനിയർലി ഡിപ്പെൻഡന്റ് ബിക്കോസ് ഡിപ്പെൻഡന്റ് ഓൺ C1നെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ C2 ആണ് നോൺ സീറോ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡിപ്പെൻഡന്റ്, ലീനിയർലി ഡിപ്പെൻഡന്റ് ഓൺ C2. ഓക്കെ, വെക്ടേഴ്സ് ഈസ് ലീനിയർലി ഡിപ്പെൻഡന്റ് ഓൺ C2നെ അനുസരിച്ചിട്ടാണ് മാറുക. അപ്പോൾ നോക്കിക്കേ, അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡന്റ് മീൻസ് എല്ലാ സ്കെയിലേഴ്സും 0 ആണെന്നുണ്ടെങ്കിൽ അത് വെക്ടേഴ്സ് ആയിട്ടുള്ള A1 A2 A3 എക്സെട്ര AM നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് പറയാം. അതർവൈസ് എന്താണ്,
അതർവൈസ് എന്താണ് വെക്ടേഴ്സ് ആർ സെറ്റ് ടു ബി ലീനിയർലി ഡിപ്പെൻഡൻറ്റ് എന്ന് പറയാം. അതായത് ഇങ്ങനെ എഴുതി കാണിച്ചു തരാം. ഇഫ് ഇക്വേഷൻ 1 holds with scalars not all 0, not എല്ലാം 0 ആകുന്നില്ല, അങ്ങനെയാണെങ്കിൽ then we call these vectors linearly dependent എന്ന് പറയാം. ഓക്കെ മനസ്സിലായോ? അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ലീനിയർലി ഡിപ്പെൻഡൻറ്റും എന്താണെന്ന് മനസ്സിലായല്ലോ. ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. ക്ലിയർ ആയല്ലോ? മനസ്സിലായി? ഓക്കെ. ഇനി നമുക്ക് എന്താണ് റാങ്ക് എന്ന് നോക്കാവേ. അതായത് നമ്മൾ ഇതിൻ്റെ കൂടെ പഠിച്ചു പോവാണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊക്കെ അറിഞ്ഞിരിക്കണം. എന്താണ് റാങ്ക്? നോക്കിക്കേ, റാങ്ക് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോ വെക്ടേഴ്സ് ഓഫ് എ ആണ് കേട്ടോ. അപ്പോൾ ഒരു മെട്രിക്സ് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഞാൻ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റാങ്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ maximum number of linearly independent row vectors of matrix A. Okay, നമ്മൾ സാധാരണ റാങ്ക് ഓഫ് എ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്, റാങ്ക് ഓഫ് എ എന്ന് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ റാങ്ക് ഓഫ് എ മെട്രിക്സ് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഇത് ജസ്റ്റ് തിയറി പോർഷൻ ആണ് കേട്ടോ, ഒന്ന് അറിഞ്ഞിരിക്കുക. ചിലപ്പോൾ ചോദിക്കും എക്സാമിന് എന്താണ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്, എന്താണ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് എന്നുള്ളത് തിയറി ആയിട്ട് 3 മാർക്സിനോ അല്ലെങ്കിൽ ബി പാർട്ടിൽ തന്നെ ക്വസ്റ്റ്യൻ ബൈ ക്വസ്റ്റ്യൻ ആയിട്ട് പാർട്ട് ബൈ പാർട്ടായിട്ടായിരിക്കും ചോദിക്കുക. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിനകത്ത് എ ബി സി എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം, അതിനകത്ത് മേ ബി വരാം. അതുകൊണ്ട് പഠിച്ച് വെച്ചോളൂ. അപ്പോൾ ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ? ലീനിയർലി ഇൻഡിപെൻഡൻസും എന്താണ് റാങ്ക് ഓഫ് എ മെട്രിക്സ് എന്നുള്ളത് തിയറി ക്ലിയർ ആണ്. ഇനി നമുക്ക് പ്രോബ്ലംസ് നമ്മൾ പഠിക്കും. ഓക്കെ, വരുന്ന ക്ലാസ്സിൽ നമ്മൾ പ്രോബ്ലംസ് പഠിക്കും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അതുപോലെ പഠിക്കേണ്ടതാണ് റോ സ്പേസും കോളം സ്പേസും. നിങ്ങളുടെ സിലബസ് ടെക്സ്റ്റിനകത്ത് വ്യക്തമായിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് നമുക്ക് ഇത് ആവശ്യമാണ്. റോ സ്പേസും കോളം സ്പേസും പഠിക്കണം. അപ്പോൾ എന്താണ് റോ സ്പേസ്, എന്താണ് കോളം സ്പേസ്? ഇതും നിങ്ങൾ എനിക്ക് തോന്നുന്നു 12th നിങ്ങളിതൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ ഇവിടെ നമ്മളത് ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, നോക്കാം എന്താണ് റോ സ്പേസ്, എന്താണ് കോളം സ്പേസ് എന്ന് പഠിക്കാം. നോക്കിക്കാം, ഹൗ ടു ഫൈൻഡ് റോ സ്പേസ് ആൻഡ് കോളം സ്പേസ്. How to find row space and column space എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാന്നുള്ളതാണ്. അപ്പോൾ മിസ് ഒരു മെട്രിക്സ് കൺസിഡർ ചെയ്യാണ്. ലെറ്റ് മെട്രിക്സ് എ ഒരു 3x3 മെട്രിക്സ് കൺസിഡർ ചെയ്യാണ്. A11 A12 A13 A21 A22 A23. തേർഡ് റോയിൽ A31 A32 A33 ഒരു മെട്രിക്സ് കൺസിഡർ ചെയ്തു. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ റോ സ്പേസും കോളം സ്പേസും കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു മെട്രിക്സ് തന്നിട്ട് റോ സ്പേസും കോളം സ്പേസും ചോദിച്ചാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട റോ എച്ച്ലോൺ ഫോമിലോട്ട് മാറ്റുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് എന്താണ്? ഫൈൻഡ് ദ എന്ത് റോ എച്ച്ലോൺ ഫോം, റോ എച്ച്ലോൺ ഫോമിലോട്ട് മാറ്റുക. ഫോം ഓഫ് മെട്രിക്സ് എ, മെട്രിക്സ് എൻ്റെ റോ എച്ച്ലോൺ ഫോമിലോട്ട് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ലെറ്റ് ഞാൻ അങ്ങനെ മാറ്റിയപ്പോൾ എനിക്ക് കിട്ടിയേക്കുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് റോ എച്ച്ലോൺ ഫോം എന്ന് പറയുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് നോക്കിക്കുക 1 0 0 0 1 0 0 0 1 എന്നിരിക്കട്ടെ. ഇങ്ങനെ തന്നെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാൻ ചുമ്മാ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഇതൊരു റോ എച്ച്ലോൺ ഫോം മെട്രിക്സ് ആണ്. നോക്കിക്കേ, ഫസ്റ്റ് റോയിലെ ലീഡിങ് എൻട്രി എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്, സെക്കൻഡിലും ഇവിടെ 1, തേർഡിലും
ഇവിടെ എന്താണ് ലീഡിങ് എൻട്രി 1 സ്റ്റെയർ കേസ് ഫോം ഒക്കെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റോ സ്പേസ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് റോ സ്പേസ് എന്ന് പറയുന്നത്? നോൺ സീറോ റോസ് ഇൻ റോ എഷ്ലോൺ ഫോം വിൽ ഫോം ദ ബേസിസ് ഫോർ റോ സ്പേസ് ഓഫ് എ. അതായത് ഇവിടുത്തെ നോൺ സീറോ റോസ് നമ്മൾ നോക്കുക. നോൺ സീറോ റോസ് മീൻസ് കംപ്ലീറ്റ് സീറോ ആകാത്ത റോസുകൾ നമ്മൾ നോക്കുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മുടെ ഈ എക്സാമ്പിളിനകത്ത് കംപ്ലീറ്റ് സീറോ ആകാത്ത റോസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ റോ കംപ്ലീറ്റ് സീറോ അല്ല, ഇവിടെയും കംപ്ലീറ്റ് സീറോ അല്ല, ഇതും കംപ്ലീറ്റ് സീറോ അല്ല. അത് നമ്മൾ വെക്റ്റർ ഫോമിലോട്ട് ജസ്റ്റ് റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പോൾ ലെറ്റ് ഇതിനെ ഞാൻ R1 എന്നെടുക്കുകയാണ്, ഇതിനെ R2 റോ ആയതുകൊണ്ടാണ് R3. ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, വെക്ടേഴ്സ് ആയിട്ട് എടുക്കുക. R1 വെക്ടർ എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യാണ്, വിച്ച് ഇസ് ഈക്വൽ ടു 1 0 0. ആ നോൺ സീറോ റോസ് ഇല്ലേ, അതിനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്, അതിനെ വെക്ടർ ഫോമിലായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് റോ സ്പേസ് എന്ന് പറയുന്നത്. 0 1 0. അടുത്തത് വെക്ടർ നൊട്ടേഷൻ മസ്റ്റ് ആണ് കേട്ടോ, 0 0 1. ഓക്കെ, ഇതാണ് എന്ത് റോ സ്പേസ് എന്ന് പറയുന്നത് കേട്ടോ. റോ സ്പേസ് എങ്ങനെ കണ്ടുപിടിക്കും? റോ എഷ്ലോൺ ഫോമിൽ നോൺ സീറോ ആയിട്ടുള്ള എല്ലാ റോസും നമ്മൾ വെക്ടേഴ്സ് ആയിട്ട് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു, റോ സ്പേസ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. ഇതാണ് എന്ത് റോ സ്പേസ് എന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ റോ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോളം സ്പേസ് എന്തായിരിക്കും? കോളം സ്പേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോളം സ്പേസ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? കോളം സ്പേസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ റോ എഷ്ലോൺ ഫോം തന്നെ നോക്കാം. അപ്പോൾ റോ എഷ്ലോൺ ഫോമിൽ നോൺ സീറോ ആയിട്ടുള്ള, നോൺ സീറോ ഉള്ളതല്ല, നമ്മുടെ ലീഡിങ് എൻട്രീസ് വരുന്ന റോസ് നമ്മൾ നോക്കുക. ലീഡിങ് എൻട്രീസ് എവിടേക്കാണ് വരുന്നതെന്നുള്ളത് നിങ്ങൾ നോക്കുക. ലീഡിങ് എൻട്രീസ് ഇവിടെ നോക്കിക്കേ, ഒരു ലീഡിങ് എൻട്രി ഉണ്ട് അല്ലേ, 1. അടുത്ത റോയിൽ ഇത് കിടപ്പുണ്ട്, ലീഡിങ് എൻട്രി ഉണ്ട്, ഇവിടെയുണ്ട് ലീഡിങ് എൻട്രി. ഓക്കെ, അപ്പോൾ ലീഡിങ് എൻട്രീസ് വിടാം നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് കോളം നിങ്ങൾ നോക്കുക. അപ്പോൾ കോളം എന്ന് പറയുമ്പോഴത്തേക്കും നോക്കിക്കേ, ഇവിടെ ഇപ്പോൾ ലീഡിങ് എൻട്രി കിടക്കുന്ന ഈ ഒരു ഫസ്റ്റ് കോളത്തിലാണ്, ഇവിടെ സെക്കൻഡ് കോളത്തിലാണ്. അതായത് ഫസ്റ്റ് കോളം, ഇത് സെക്കൻഡ് കോളം, ഇത് തേർഡ് കോളം ആണല്ലോ. ലീഡിങ് എൻട്രീസ് കിടക്കുന്ന കോളംസ് നിങ്ങൾ നോക്കുക, ലീഡിങ് എൻട്രീസ് കിടക്കുന്ന കോളംസ് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ പിവോട്ട് കോളം നമ്മൾ എടുക്കണം. Okay, take the pivot column of A which contain leading ones in row echelon form. അതായത് ഇതിന്റെ pivot column എടുത്താലാണ് നമുക്ക് എന്ത് കിട്ടുക? കോളം സ്പേസ് കിട്ടുക. എന്താണ് pivot column? pivot column എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് കോളത്തിനകത്ത് നമ്മുടെ ലീഡിങ് എൻട്രി കിടപ്പുണ്ട് അല്ലേ, ആണല്ലോ. അപ്പോൾ ആ ഫസ്റ്റ് കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ഒറിജിനൽ മെട്രിക്സിലെ ഒറിജിനൽ മെട്രിക്സ് നിങ്ങൾ നോക്കുക. ഒറിജിനൽ മെട്രിക്സിൽ ഫസ്റ്റ് കോളം എലമെന്റ് എടുക്കുക. ഓക്കെ, അതായത് നമ്മുടെ റോ എഷ്ലോൺ ഫോമിൽ ഫസ്റ്റ് ലീഡിങ് എൻട്രി കിടക്കുന്ന കോളം ഫസ്റ്റ് കോളമാണ്. ഈ ഫസ്റ്റ് കോളത്തിലുള്ള എലമെന്റ്സ് നിങ്ങൾ എഴുതരുത്, പകരം എന്ത് എഴുതണം? പിവോട്ട് കോളം എടുക്കുക. പിവോട്ട് കോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? ഇത്. അതായത് ഈ ഒരു ഒറിജിനൽ മെട്രിക്സിലെ ഫസ്റ്റ് കോളം എലമെന്റ്സ് എടുക്കുക. അതായിരിക്കും അതിന്റെ കോളം സ്പേസിനകത്ത് വരുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ നമ്മുടെ ആൻസർ എങ്ങനെ വരും? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് കോളം സ്പേസ് എടുക്കുമ്പോൾ, കോളം സ്പേസ് ഫസ്റ്റ് കോളം, ഒറിജിനൽ മെട്രിക്സിലെ ഫസ്റ്റ് കോളം എന്ന് പറയുമ്പോൾ ഞാനത് വി ആയിട്ട് എടുക്കുകയാണ്, വെക്ടർ വി, ലെറ്റ് ഇറ്റ് ബി. അത് കോളം ആയിട്ട് തന്നെ എഴുതുക, A11, A21, A31. ഓക്കെ, നെക്സ്റ്റ് ലീഡിങ് എൻട്രി കിടക്കുന്ന സെക്കൻഡ് കോളത്തിൽ. ഇതിന്റെ പിവട്ട് കോളം മീൻസ് ഒറിജിനൽ മെട്രിക്സിനകത്തുള്ള എലമെന്റ്സ് ആണ്. ഒറിജിനൽ മെട്രിക്സിനകത്തുള്ള എലമെന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഏതൊക്കെ വാല്യൂസാണ് വരുന്നത് നോക്കിക്കേ. ഏതൊക്കെ വാല്യൂസ് വരും? A12, A22, A32. ഓക്കെ, A12, A22, A32. അപ്പൊ നമ്മുടെ വാല്യൂ എങ്ങനെ എഴുതാം? A12, A22, A32. ഓക്കെ, അടുത്തത് എന്താ? V3. അടുത്ത പിവോട്ട് കോളം, അതായത് അടുത്ത ലീഡിങ് എൻട്രി കിടക്കുന്ന തേർഡ് കോളത്തിലാണ്. റോ എഷ്ലോൺ ഫോമിൽ അടുത്ത് ഈ തേർഡ് കോളത്തിലാണ് കിടക്കുന്നത്. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന പിവോട്ട് കോളം മീൻസ് ഒറിജിനൽ മെട്രിക്സിന്റെ തേർഡ് കോളം എലമെന്റ്സ് എന്ന് പറയുമ്പോൾ A13, A23, A33. മനസ്സിലായോ?
ഇതാണ് എന്ത് നമ്മുടെ കോളം സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ കോളം സ്പേസും അതുപോലെ തന്നെ എന്താണ് റോ സ്പേസും ചോദിച്ചാൽ എഴുതാൻ നിങ്ങൾക്ക് എളുപ്പമല്ലേ? എന്ത് ചെയ്യണം? അതിനെ തന്നിരിക്കുന്ന മെട്രിക്സിന്റെ റോ എഷ്ലോൺ ഫോമിലോട്ട് മാറ്റുക. എന്നിട്ട് ലീഡിങ് എൻട്രീസ് ജസ്റ്റ് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. നോൺ സീറോ ആയിട്ട് വരുന്ന റോസിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? റോ സ്പേസ് ആയിട്ടും അതുപോലെ തന്നെ റോ എഷ്ലോൺ ഫോമിൽ നിന്ന് എടുത്ത് എഴുതുക. റോ എഷ്ലോൺ ഫോമിലാക്കിയ മെട്രിക്സിൽ നിന്നാണ് നമ്മൾ റോ സ്പേസ് എഴുതുന്നത്. എന്നാൽ കോളം സ്പേസ് എഴുതുന്നത് എവിടെ നിന്നാണ്? പിവോട്ട് കോളം മീൻസ് ഒറിജിനൽ മെട്രിക്സിൽ നിന്നാണ് നമ്മൾ എഴുതുന്നത് കോളം സ്പേസ് എഴുതുന്നത്. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഓരോ ലീഡിങ് എൻട്രിയും ഏതൊക്കെ കോളത്തിലാണ് കിടക്കുന്നത് എന്നുള്ളത് നോക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ പിവോട്ട് കോളം നമ്മൾ എടുത്തെഴുതുന്നു. പിവോട്ട് കോളം മീൻസ് ഒറിജിനൽ മെട്രിക്സിനകത്ത് ആ കറസ്പോണ്ടിങ് കോളം എവിടെയാണോ വരുന്നത് ആ കോളം എലമെന്റ്സ് നമ്മൾ എടുത്ത് വെക്ടേഴ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇത്രയും തിയറി പോർഷൻസ് ആണ്. ഇത് കൺസെപ്റ്റ് ആണ് കുട്ടികളെ. ഇത് ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് ഒരു സെറ്റ് ഓഫ് പ്രോബ്ലംസ് ഉണ്ട്. അതായത് റോ എഷ്ലോൺ ഫോമിലോട്ട് മാറ്റിയിട്ട് നമുക്ക് മെട്രിക്സിന്റെ റാങ്ക് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ കോളം സ്പേസും അതുപോലെ തന്നെ റോ സ്പേസും ഒക്കെ നമുക്ക് കണ്ടുപിടിക്കുന്ന ഒരു ബി പാർട്ടിലെ ഒരു എസ്സേ ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കൺസെപ്റ്റുകളെല്ലാം നിങ്ങൾ ക്ലിയർ ആക്കി വെക്കുക. ഓക്കെ, നമ്മൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? റോ എഷ്ലോൺ ഫോം എന്താണെന്ന് പഠിച്ചു. ഓക്കെ, അതിന്റെ കണ്ടീഷൻസ് പഠിച്ചു. റെഡ്യൂസ്ഡ് റോ എഷ്ലോൺ ഫോം എന്താന്നുള്ളത് പഠിച്ചു ആണല്ലോ. അതിന്റെ കണ്ടീഷൻസും പഠിച്ചു. ലീനിയർ ഇൻഡിപെൻഡൻസ് ആൻഡ് റാങ്ക് ഓഫ് എ മെട്രിക്സ്. എന്താണ് ലീനിയർ ഇൻഡിപെൻഡൻസ് എന്നുള്ളത് നമ്മൾ നോക്കിയല്ലേ? എന്താണ് ലീനിയർ ഇൻഡിപെൻഡൻസ്, എന്താണ് ലീനിയർലി ഡിപ്പെൻഡന്റ്, എന്താണ് റാങ്ക് ഓഫ് എ മെട്രിക്സ് എന്നത് നമ്മൾ നോക്കി. അത് കഴിഞ്ഞിട്ട് റോ സ്പേസ് എന്താണ്, കോളം സ്പേസ് എന്താന്നുള്ളത് നമ്മൾ നമ്മൾ പഠിച്ചു. ഓക്കെ, ഹൗ ടു ഫൈൻഡ് റോ സ്പേസ് ആൻഡ് കോളം സ്പേസ് എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞു. ഇതെല്ലാം തിയറി ആൻഡ് കൺസെപ്റ്റ്സ് ആണ്. ഇത് നല്ല വൃത്തിയായിട്ട് നിങ്ങൾ നോട്ട്സ് എഴുതി പഠിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് ഇതിൻ്റെ പ്രോബ്ലംസുമായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.